ഹലോ എവരി വൺ. റേഷ്യോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും ഫണ്ടമെന്റലി ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ അവിടെ എന്താണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ്, എന്താണോ പഠിച്ചിട്ടുള്ളത്, അതേ കാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. The population of men, women and children in a village are in the ratio 4:5:7. If the total population is 32,000, how many men are there? ഓക്കെ, അപ്പോൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇവിടെ 4:5:7, അതായത് 3 ടൈപ്പ് അല്ലെങ്കിൽ 3 ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ഇതുവരെ 2 നമ്പേഴ്സ് റേഷ്യോസിലുള്ളായിരുന്നു, ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്, പക്ഷേ മെത്തേഡ്സ് സെയിം ആണ്. അപ്പോൾ ഒരു വില്ലേജിൽ ടോട്ടൽ പോപ്പുലേഷൻ 32,000 ആണ്. അതിൽ കുറച്ച് പേര് മെൻ ആണ്, കുറച്ച് വുമൺ ആണ്, കുറച്ച് ചിൽഡ്രൻ ആണ്. അവർ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 32,000 എന്ന് പറയുന്ന ആ ടോട്ടൽ പോപ്പുലേഷനെ മെൻ, വുമൺ ആൻഡ് ചിൽഡ്രൻ എന്നുള്ള രീതിയിൽ 4:5:7 എന്ന് പറയുന്ന റേഷ്യോയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളത്, അതേ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. 4 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, 5 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട്, 7 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ ആ പോപ്പുലേഷനെ 4 പാർട്സ്, 5 പാർട്സ്, 7 പാർട്സ് എന്നിങ്ങനെ 3 പാർട്സ് ആക്കി 3 സെഗ്മെന്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ടാവും? 4 + 5 9, 9 + 7 16. അപ്പോൾ ആ 16ലെ 4 എന്ന് പറയുന്ന നമ്പറാണ് ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മെന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ 4/16 × 32,000 ആയിരിക്കും മെന്നിൻ്റെ നമ്പർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വുമൻ്റെ നമ്പർ എന്തായിരിക്കും? 5/16 × 32,000. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിൽഡ്രനോ 7/16 × 32,000 അല്ലേ. ഇത് നമ്മൾ മുന്നേ ചെയ്ത സെയിം പരിപാടി. 3 ആളുകളാണെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 32 എന്ന് പറയുന്ന നമ്പറിനെ 16 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? 32/16 2 അല്ലേ 2. അപ്പോൾ 32,000നെ 16 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ 2,000. അപ്പോൾ ഇവിടെയും 2,000, ഇവരെയും എന്തായി മാറും? 2,000. അപ്പോൾ എന്തായി മാറി? 4 × 2,000 എത്രയായിരിക്കും വാല്യൂ വരിക? 8,000. 5 × 2,000 10,000. 7 × 2,000 14,000. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി കിട്ടും. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹൗ മെനി മെൻ ആർ ദർ എന്നുള്ളതാണ്. എത്ര പേരുണ്ട് എന്നുള്ളതാണ്. മെൻ റെപ്രസെന്റ് ചെയ്യുന്നത് 4 ആണ് അല്ലേ. ഫസ്റ്റ് പറയുന്ന ആൾ 4 ആണ്. സോ 4 എന്ന് പറയുന്ന ആ റെപ്രസെന്റ് ചെയ്യുന്ന എത്രയാണ് വാല്യൂ? 8,000. സോ ഓപ്ഷൻ ചെയ്യാണ് ആൻസർ. അപ്പോൾ ഫസ്റ്റ് 1 മാത്രം ചെയ്താൽ മതി, ബാക്കി 3 ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ നമ്മളത് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ റേഷ്യോ 4:5:7 അല്ലേ. അപ്പോൾ നമുക്കറിയാം ഓരോരുത്തരെയും നമുക്ക് റിയൽ വാല്യൂസ് ആക്കി മാറ്റണമെങ്കിൽ ഒരു ഫാക്ടർ വെച്ചിട്ട് 4x 5x ആൻഡ് 7x എന്നുള്ള രീതിയിൽ ഓരോ ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരേ ഫാക്ടർ വെച്ചിട്ട്. അത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 32,000 ആണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 4x + 5x 9x ആണ്. 9x + 7x എന്ത് വരും? 16x. അപ്പോൾ 16x = 32,000. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താ വരിക? 32,000/16 നേരത്തെ നമ്മൾ ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു 2,000. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2,000. എക്സിൻ്റെ വാല്യൂ 2,000 ആണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ 4 × 2,000, 5 × 2,000, 7 × 2,000 ചെയ്താൽ ഓരോരുത്തരുടെയും വാല്യൂസ് കിട്ടും. സോ ഒബ്വിയസ്ലി അഗെയിൻ സെയിം വാല്യൂസ് കിട്ടുമല്ലോ അല്ലേ. ബാക്കി ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട 2 മെത്തേഡ്സ് വഴി ചെയ്യുകയാണെങ്കിലും ആൻസറിലോട്ട് എത്തും. അപ്പോൾ ഇതിനി ബാക്കി ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഈ 2,000 വെച്ചിട്ട് ഈ ഓരോന്നിലും സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി അല്ലേ, സെയിം വാല്യൂസ് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 8,000 ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇതുപോലെ 3 നമ്പേഴ്സ് വരുന്ന റേഷ്യോസ് ആയിക്കോട്ടെ, 4 നമ്പേഴ്സ് ആയിക്കോട്ടെ, 5 നമ്പേഴ്സ് ആയിക്കോട്ടെ, എനി നമ്പേഴ്സ് എന്ത് വന്നാലും കുഴപ്പമില്ല, സെയിം മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഡിവൈഡ്സ് Rs6,000 among his 3 children in the ratio 2:3:5. How much does the third child get? ഓക്കെ, ഇനി ഞാൻ ഫുൾ സ്റ്റെപ്പ് എഴുതുന്നില്ല. ഞാൻ ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ച സ്റ്റെപ്പ് മാത്രം എഴുതുകയാണ്. കാരണം ഇതുവരെ നമ്മൾ മുഴുവൻ സ്റ്റെപ്പുകൾ എഴുതിയതും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുക, നമുക്ക് ഈ ഒരു വാല്യൂ മാത്രം മതി, പക്ഷെ നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിച്ചു. മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അതാണ് ചോദിച്ചിട്ടുള്ളത് മാത്രമല്ല, അതിലുള്ള ബാക്കി പോസിബിലിറ്റീസും കൂടി നമ്മൾ കണ്ടു. കാരണം എല്ലാ ഏരിയാസും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് മാത്രം ചെയ്യാൻ പോവുക. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടി, 2 മെത്തേഡ്സ് നമ്മൾ എല്ലായിടത്തും ചെയ്തു, ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോദിച്ചത് മാത്രം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 6,000 rupees ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് 3 ചിൽഡ്രൻ്റെ എമംഗ് ആയിട്ട് 2:3:5. അപ്പോൾ അതിലുള്ള തേർഡ് ചൈൽഡിന് എത്ര കിട്ടുന്നുള്ള? തേർഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 2 + 3 + 5 ചെയ്താൽ എന്ത് കിട്ടും? 2 + 3 5, 5 + 5 10 അല്ലേ. 10. ആ 10ൽ എത്ര പാർട്ടാണ് തേർഡ് ചൈൽഡിന് കിട്ടുക? തേർഡ് ചൈൽഡിന് കിട്ടുന്നത് 5 അല്ലേ. അപ്പോൾ 5/10 ഇൻറ്റു എത്രയാണ് ടോട്ടൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്? 6,000.
ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് 0 കട്ട് ചെയ്യാം. ബാക്കി 5 × 600, 5 × 6 എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ 5 ബാക്കി ആ 2 zeros ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3000 rupees എന്ന് കിട്ടും അല്ലേ. 5 × 600 ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. 5 × 6 ചെയ്യുക, അപ്പോൾ എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. ഇനി ഇവിടെ എത്ര zeros ഉണ്ട്? 2 zeros. ആ 2 zeros കൂടി ഇട്ട് കൊടുക്കുക. സിമ്പിൾ പരിപാടി. ഓക്കെ, അപ്പോൾ 3000 എന്ന് കിട്ടും. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കാര്യം മാത്രം ചെയ്തത്. ആക്ച്വലി ഇത്ര പണിയേ ഉള്ളൂ. ഈ ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. The salaries of 3 workers are in the ratio 3:4:5. If the total salary is Rs 48,000, what is the salary of the highest paid worker? Again, 3 ആളുകളുടെ സാലറി നമ്മൾ റേഷ്യോ തന്നിട്ടുണ്ട്. അവരുടെ ടോട്ടൽ സാലറി 3 പേരുടെയും സാലറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 48,000 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഹയസ്റ്റ് പെയ്ഡ് വർക്കറിന്റെ സാലറിയാണ് ചോദിച്ചത്. അപ്പോൾ 3:4:5 ആണെങ്കിൽ ഹയസ്റ്റ് പെയ്ഡ് ആരാണ്? ഈ തേർഡ് വന്നിട്ടുള്ള ആളാണ്. ഇവർ 3 പേര് നിങ്ങൾ ആഡ് ചെയ്താൽ 3 + 4 7, 7 + 5 12 കിട്ടും അല്ലേ. അപ്പോൾ ടോട്ടൽ 12 പാർട്സ് ആണ്. അതിൽ എത്രയാണ് ഹയസ്റ്റ് പെയ്ഡ് വർക്കറുടെ പാർട്ട്? 5 ആണ്. അപ്പോൾ 5/12 ഇൻറ്റു ടോട്ടൽ എത്രയാണ് സാലറി? 48,000 is equal to ഈ 48നെയും 12നെയും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തൂടെ? 48 / 12 എന്ന് പറഞ്ഞാൽ 4 ആ. നിങ്ങൾ സിമ്പിളായിട്ട് വേണമെങ്കിൽ ടൈം എടുത്ത് വീഡിയോ പോസ്റ്റ് ഡിവൈഡ് നോക്കിയാൽ മതി. 48നെ 12 വെച്ച് ഡിവൈഡ് ചെയ്താൽ 4 ആണ്. അപ്പോൾ 48,000നെ 12 വെച്ച് ഡിവൈഡ് ചെയ്താലോ 4,000 എന്ന് വരും. റെഡി അല്ലേ? 4,000. അപ്പോൾ 5 × 4,000. എന്താ 5 × 4,000? 5 × 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഓക്കെ, 5 × 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. ബാക്കി 3 zeros കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 20,000. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഓക്കെ, ഇനി നിങ്ങളോട് വേറെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കണ്ടതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ചോദിച്ചുള്ള ആളെ മാത്രം നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് 2 നമ്പേഴ്സിന് പകരം എത്ര നമ്പേഴ്സ് ഉള്ള റേഷ്യോ തന്നു കഴിഞ്ഞാലും മെത്തേഡ് സെയിം ആണ്. എല്ലാം ഒരേ കോൺസെപ്റ്റ് ആണ്. റെഡി അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ, അവിടെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾ പക്ക നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം. താങ്ക് യു.